ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞാണ് നൂറുമേനി വിജയമാണ്. 16-ൽ 16 ജയിക്കാൻ കഴിഞ്ഞു. അതിൽ തങ്കത്തിളക്കമുള്ള വിജയമാണ് തവനൂരിൻ്റെ മണ്ണിലുണ്ടായിട്ടുള്ളത്. തവനൂരിൻ്റെ വിജയം അത് ചരിത്ര വിജയമാണ്. ചരിത്രത്തിലെക്കാലത്തും ഒരു രജതരേഖ പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു റിയൽ മലപ്പുറം സ്റ്റോറിയാണ് മലപ്പുറത്തിൻ്റെ വിജയം. മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലൊക്കെ ഈ മണ്ണിനെ അപമാനിക്കാനും അവഹേളിക്കാനുമുള്ള ശ്രമം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ ആസൂത്രിതമായി നടന്നിരുന്നു. അതിനെതിരെ മലപ്പുറത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ഈറ്റിലവും പോറ്റിലവുമാണ് ഈ മണ്ണ് എന്ന് തെളിയിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു മറുപടി, ഒരു റിയൽ മലപ്പുറം സ്റ്റോറിയായി ഞങ്ങൾ ഈ വിജയത്തെ സ്വീകരിക്കുകയാണ്. ടീം UDFൻ്റെ വിജയമാണിത്. ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി പ്രവർത്തിച്ചു. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ ഇവിടെ വരുമ്പോൾ ബഹുമാനനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗ് UDFൽ മത്സരിക്കുന്നത് 27 സീറ്റിലല്ല 28 സീറ്റിലാണ്. 28ാമത്തെ സ്ഥാനാർത്ഥി അത് VS ജോയിയാണ്, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ച അഭിവന്ദനായ തങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ നിർദ്ദേശം ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ വളരെ സജീവമായി ഇറങ്ങി. അരയും തലയും മുറുക്കി UDFൻ്റെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. തവനൂരിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിച്ചിരുന്നു. 15 വർഷം ഈ തവനൂർ വികസന രംഗത്ത് ഒച്ചിനെ പോലെ എഴുതുകയായിരുന്നു. ഒരു മാറ്റം ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ അതേ ട്രെൻഡ് നിലനിർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. നല്ല വിജയമുണ്ടായി. തീർച്ചയായും ജനങ്ങളോട് ഞങ്ങളുടെ കടപ്പാടും ദൗത്യവും കൂറുമൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോകും. ഇതിൻ്റെ കോട്ടകളായ പൊന്നാനിയും തവനൂരും ചരിത്രമാവുകയാണ്. തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണിയുടെ മണ്ഡലമായിരുന്നു. മുൻകാലങ്ങളിലൊക്കെ ജയിച്ചിട്ടുണ്ട്. പൊന്നാനി മണ്ഡലങ്ങൾ ജയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തവനൂർ ഇതുവരെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. തവനൂരിൽ ഇപ്പോൾ എടപ്പാൾ ഉൾപ്പെടെ ഞങ്ങൾ ലീഡിന് അടുത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി. എല്ലാ കോട്ടകളും പൊളിഞ്ഞടുകയാണ്. വലിയ വിജയമാണ്. ഒരു മാറ്റം ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ആ മാറ്റത്തിന് അനുയോജ്യമായ ഒരു വിധിയെഴുത്താണ് ഉണ്ടായിട്ടുള്ളത്. സ്ഥാനാർത്ഥി എന്ന പരിഹാസമൊക്കെ അതൊക്കെ കേട്ടതാണ്. അങ്ങനെ അതൊന്നും ഈ മണ്ണിൽ വിലപ്പോവില്ല. ഞാനേതോ മറുനാട്ടുകാരനാണെന്നുള്ള പ്രചരണമൊക്കെ ഇവിടെ ഇടതുപക്ഷം നടത്തി. ഞാൻ ഈ മണ്ണിൽ ജനിച്ച, ഈ മണ്ണിൽ വളർന്ന നല്ല ഒന്നാന്തരം മലപ്പുറംകാരനാണ് എന്ന് ഞാനത് പറഞ്ഞിരുന്നു. എനിക്ക് മലപ്പുറത്തെ ജനങ്ങളെ നല്ല വിശ്വാസമാണ്. അതുകൊണ്ട് ആ പ്രചരണമൊന്നും ഇവിടെ വിലപ്പോയില്ല. അത്തരത്തിലുള്ള പ്രചരണമൊക്കെ ഇടതുപക്ഷം നടത്തിയെന്നുള്ളത് വളരെ വേദനാജനകമാണ്. അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ജനം പുച്ഛിച്ച് തള്ളി. ഈ നാട്ടിലെ ജനങ്ങൾ വളരെയധികം പ്രബുദ്ധരാണ്. ഒരു മറുനാട്ടുകാരനായിട്ടോ മറ്റൊരു നാട്ടുകാരനായിട്ടോ ഒന്നല്ല എന്നെ കണ്ട, ഒരു കൂടപ്പിറപ്പിനെ പോലെ ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചു. അവരുടെ ഒരു കുടുംബാംഗമായി ഞാൻ കൂടെ ഉണ്ടാവും. മന്ത്രിയെ പ്രതീക്ഷിക്കാം. അങ്ങനെയൊന്നും ഉണ്ടാവില്ല.